എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് ബേസ് ഉള്ള പുതിയ SCRTയിലെ ചാപ്റ്റേഴ്സ് ചെയ്തിട്ടിട്ടുണ്ട്. സയൻസിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ ഇനി കംപ്ലീറ്റ് ആക്കാൻ, ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാദ്യം അത് കാണുക. അതിനുശേഷം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പഴയ SCRTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ആദ്യം പൊതുവിജ്ഞാനത്തിൽ വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, പിന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, അതുപോലെ ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ 5 മാർക്കിനുള്ളതാണ്. ഇത് നമ്മൾ പഴയ SCRTയിൽ പഠിക്കേണ്ട ഒരു 3 ചാപ്റ്ററുണ്ട്. 10ാം ക്ലാസ്സിലെയാണ് സോഷ്യൽ സയൻസിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, അതുപോലെ സംസ്കാരവും ദേശീയതയും, സമരവും സ്വാതന്ത്ര്യം. നിങ്ങൾ ഈ 3 ചാപ്റ്ററും പഠിക്കാതെ എക്സാമിന് പോവല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ടെക്സ്റ്റ് അപ്ഡേറ്റ് ആയെങ്കിലും പഴയ SCRT പഠിച്ചാലും നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് പുതിയ SCRT ആണ്. അത് കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾ ഈ ചാപ്റ്ററും നോക്കണം. നമ്മൾ ടോപ്പിക് വൈസ് പഴയ SCRTയിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ആദ്യം നമുക്ക് ഈ ചാപ്റ്റേഴ്സ് നോക്കാം. ആദ്യം 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഈ ചാപ്റ്ററിൽ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു, അതുപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ പ്ലാസി യുദ്ധത്തിൻ്റെ വർഷം പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1757 പ്ലാസി യുദ്ധം. അതുപോലെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857, അതും പഠിച്ചു വെക്കുക. 2 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പ്ലാസി യുദ്ധം 1757, അതുപോലെ 1ാം സ്വാതന്ത്ര്യ സമരം 1857. അടുത്തത് നിങ്ങൾ ഈ ബോക്സിൽ പഠിച്ചു വെക്കണം, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഭൂനികുതി വ്യവസ്ഥ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 3 ഭൂനികുതി വ്യവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റേറ്റ് വാരി വ്യവസ്ഥ, അതുപോലെ മഹൽവാരി വ്യവസ്ഥ. ഇതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. പഠിച്ചു വെക്കുക, ബംഗാൾ, ബീഹാർ, ഒറീസ. എവിടേക്കാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. റേറ്റ് വാരി വ്യവസ്ഥ എവിടെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. റേറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. അതുപോലെ മഹൽവാരി വ്യവസ്ഥ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. മഹൽവാരി വ്യവസ്ഥ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെക്കുക. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. ഇത് PSC സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുക്കുന്നത് ആരാണ്? സെമീന്ദാറാണ്. സെമീന്ദാർ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിക്കുന്നത് സെമീന്ദാറാണ്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരാണ്? സെമീന്ദാറാണ്. സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകൻ കുടിയാന്മാരായിട്ട് മാറി. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായിട്ട് നൽകണം. എത്ര? 60%. വിളവ് മോശമായാലും നികുതി അവർക്ക് കിട്ടണം. നിശ്ചിത തീയതിയിൽ നികുതി പണമായിട്ട് നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായിട്ട് നൽകിയിരുന്നത്. അതുപോലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ആരാണെന്നും പഠിക്കണം. കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അടുത്ത നമ്മൾ പഠിച്ച ഏതായിരുന്നു? ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റേറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ സെമീന്ദാർ ആയിരുന്നു പിരിച്ചിരുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റേറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രനാക്കി. മാത്രമല്ല, നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. മഹൽവാരി വ്യവസ്ഥയിൽ എങ്ങനെയായിരുന്നു? നികുതി പിരിച്ചെടുത്തത് ആരാണ്? മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമ തലവന്മാരായിരുന്നു. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ,
ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചിരുന്നത്. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ആരാന്ന് പഠിച്ചു വെക്കുക, കോൺവാലിസ് പ്രഭുവാണ്. അടുത്തത് ഈ ചാപ്റ്ററിൽ നീലം കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളത് എവിടെയാണ് നടന്നതും വർഷവും പഠിച്ചു നോക്കുക. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നീലം കലാപം നടന്ന വർഷം 1859 ബംഗാളിലാണ്. അത് പഠിച്ചു വെക്കുക. അടുത്ത ഇവിടെ കർഷക കലാപങ്ങൾ കേരളത്തിലെ കർഷക കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന മലബാർ കലാപത്തെക്കുറിച്ചാണ്. മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിളമാർ എന്നറിയപ്പെട്ടിരുന്നത്. ഈ കലാപങ്ങൾ അതുകൊണ്ട് എങ്ങനെ മാപ്പിള കലാപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക പോലീസ് സേനയെ രൂപീകരിച്ചു. തുടർന്ന് ഈ മലബാർ കലാപത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനെയാണെന്ന് പഠിച്ചു വെക്കണം. PYQ ആണ്. വില്യം ലോഗൻ കമ്മീഷനെയാണ് മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അപ്പം മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ പഠിച്ചു വെക്കണം. വില്യം ലോഗൻ കമ്മീഷനാണ്. അടുത്ത നിങ്ങൾ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ ആളെ പഠിച്ചു വെക്കണം. സിദ്ധുവും കാനുമാണ്. 2 പേരാണ് പഠിച്ചു വെക്കണം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവാണ്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എവിടേക്കാണ്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. രാജ്മഹൽ കുന്ന് അത് പഠിച്ചു വെക്കണം. PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സാന്താൾമാർ എവിടെയാണ് ജീവിച്ചിരുന്നത്? രാജ്മഹൽ കുന്ന്. അതൊന്നും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് സാന്താൾ കലാപം നടന്നത്? 1855. നേതൃത്വമാരാണ് സിദ്ധുവും കാനും. അവരെവിടെയാണ് അധിവസിച്ചിരുന്നത്? രാജ്മഹൽ. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കുറിച്യർ കലാപം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കുറിച്യർ കലാപം നടന്ന വർഷം എന്നാണ്? 1812. അതുപോലെ വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമന്മാരും 2 പേരുണ്ടായിരുന്നു. കുറിച്യരും കുറുമന്മാരും കൂടി നടത്തിയതാണ് കുറിച്യർ കലാപം. ഇതിൻ്റെ കാരണം പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, അതുപോലെ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചത്, അതുപോലെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അതുപോലെ കലാപത്തിൻ്റെ നേതാവാരാണ്? രാമനമ്പി. കലാപത്തിൻ്റെ നേതാവാരാണ്? രാമൻ നമ്പിയാണ്. അദ്ദേഹത്തെ പിന്നീട് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ ആയിരുന്നു. അദ്ദേഹം കലാപത്തെപ്പറ്റി പറഞ്ഞത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോട്ട്. നമ്മൾ കോഡ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പുതിയ SCERTയിൽ, കാണാത്തവരത് കാണുക. കുറിച്യർ കലാപത്തെക്കുറിച്ച് TH ബേബറിൻ്റെ വാക്കുകൾ റിപ്പീറ്റഡ് PYQ ആണ്, പഠിച്ചു വെക്കുക. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. ഇതാരാണ് പറഞ്ഞത്? TH ബേബർ. കുറിച്യർ കലാപത്തെക്കുറിച്ചാണ് പറഞ്ഞത്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. അതുപോലെ 19-ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്യർ കലാപങ്ങൾക്ക് പുറമെ നടന്ന ഗോത്ര കലാപത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പേരൊന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. പഹാരിയ കലാപം, കോൺ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, അതുപോലെ മുണ്ട കലാപം. അതുപോലെ ഇന്ത്യയിലെ ഗോത്ര കലാപത്തെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് അദ്ദേഹം പറഞ്ഞ വാക്കുകളും PYQ ആണ്, പഠിച്ചു വെക്കുക. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സവമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. ഈ കോട്ടും പഠിച്ചു വെക്കുക, PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇവിടെ വില്യം ബെറ്റിക്കിൻ്റെ കോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും PYQ ആണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് 6 വാക്കുകളാണ്. വില്യം ബെൻറ്റിക്കിനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. വില്യം ബെൻറ്റിക്കിൻ്റെ വാക്കുകൾ എന്താണ്? ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ വെളുപ്പിക്കുന്നു. പഠിച്ചു വെക്കുക, റിപ്പീറ്റഡ് PYQ ആണ്.
അതുപോലെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരൻ ജർഗൻ കുസിയാസ്കി അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളി ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? വയറ് നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. നമ്മുടെ ഇവിടുത്തെ ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളി ജീവിതത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണ്? ജർഗൻ കുസിയാക്കി. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, PSC ചോദിക്കും. അടുത്ത ഇവിടെ ഇനി പറയുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. 1857 കലാപത്തിൻ്റെ വിവരണമാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ആരംഭിച്ച എവിടെയാണെന്ന് ചോദിക്കും. മീററ്റിലാണ്. മീററ്റിലെ ശിപ്പായിമാരാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. ഈ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെന്നാണ് ഇനി പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. തുച്ഛമായ ശമ്പളം, അതുപോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും നേരിട്ട അവഹേളനമായിരുന്നു ശിപ്പായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. സൈനികർ പുതിയതായി നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നികളുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചരണം അവരെ പ്രകോപിച്ചു. ഈ 1857 വിപ്ലവത്തിലേക്ക് എത്തിച്ച കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാരണം തുച്ഛമായ ശമ്പളം, അതുപോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള അവഹേളന, പിന്നെ എൻഫീൽഡ് തോക്കിൻ്റെ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്നുള്ള പ്രചരണം, അതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. ഈ തോക്കുകളിൽ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നു, അതിനെപ്പറ്റിയാണ് പറയുന്നത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെക്കുറിച്ച് പഠിക്കണം. മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിയുതിർത്തു. തുടർന്ന് മംഗൾ പാണ്ഡെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാന്ന് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ്. മംഗൾ പാണ്ഡെയാണ്. അദ്ദേഹം എവിടെ നിന്നാണ്? ബംഗാളിലെ ബാരക്പൂരിൽ നിന്നുള്ള. അതും പഠിച്ചു വെക്കണം, PYQ ആണ്. അടുത്തത് ഈ ടേബിളിലെ ഇമ്പോർട്ടൻ്റ് ആണ്. 1857 വിപ്ലവത്തിലെ കലാപസ്ഥലവും പിന്നെ നേതാക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അതുപോലെ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹലാണ്. കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഈ ടേബിൾ റിപ്പീറ്റഡ് PYQ ആണ്, പഠിച്ചു വെക്കണം, പഠിക്കാതെ പോവില്ല. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹലായിരുന്നു. അതുപോലെ കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. നിങ്ങൾ ഈ 5 പഠിച്ചു വെക്കണം, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്ത ഇവിടെ INC രൂപീകരിച്ച വർഷമാണ് പറയുന്നത്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ്. പങ്കെടുത്തത് 72 പ്രതിനിധികളാണ്. അതും പഠിച്ചു വെക്കണം, PYQ ആണ്. INC രൂപീകരിച്ച 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ്. പങ്കെടുത്ത പ്രതിനിധികൾ 72 പേരാണ്. അടുത്തത് ദാദാഭായ് നവറോജിയുടെ പുസ്തകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ചോർച്ചാ സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെയാണ് ചോർച്ചാ സിദ്ധാന്തം. അതുപോലെ അതിനെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ റിപ്പീറ്റഡ് PYQ ആണ്. ആരാണ്? ദാദാഭായ് നവറോജിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗാളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളിനെയാണ്. അതുപോലെ ബംഗാൾ വിഭജിച്ച എന്നാണ് 1905 ആരാണ്? കഴ്സൺ പ്രഭുവാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാരാണ്? കഴ്സൺ പ്രഭുവാണ്. 1905. അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളിനെയാണ്. അടുത്തത് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? VO ചിദംബരം പിള്ളയാണ്. റിപ്പീറ്റഡ് PYQ ആണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? VO ചിദംബരം പിള്ളയാണ്. അതുപോലെ അദ്ദേഹം തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906
സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു? അതും ചോദിച്ചിട്ടുണ്ട്. 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. കപ്പലോട്ടിയ തമിഴൻ പഠിച്ചു വെക്കുക. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? വി.ഒ. ചിദംബരം പിള്ളയാണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് വി.ഒ. ചിദംബരം പിള്ളയാണ്. അടുത്തത് ലാൽ പാൽ ബാൽ. ഇത് അറിയപ്പെട്ടത് ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. ലാൽ പാൽ ബാൽ ഇവരെയാണ്. അതുപോലെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ഇത് പഠിച്ചു വെക്കണം. ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കാണ്? ബാലഗംഗാധര തിലകിൻ്റെ കോട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. PYQ ആണ്, പഠിച്ചു വെക്കുക. ബാലഗംഗാധര തിലകിൻ്റെയാണ്. അതുപോലെ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിളിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോളാണ്. PYQ ആണ്, പഠിച്ചു വെക്കുക. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ച ആരാണ്? വാലന്റൈൻ ഷിറോളാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോക്കി. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് 5ാമത്തെ ചാപ്റ്ററാണ്. സംസ്കാരവും ദേശീയതും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദ്യം തന്നെ ഇവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളത് പഠിച്ചു വെക്കണം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ബുക്ക് ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. റിപ്പീറ്റഡ് PYQ ആണ്, പഠിച്ചു വെക്കുക. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ ബുക്കാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അടുത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്ഥാപിച്ചത് ആരെന്നും പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് PYQ ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരുടെയാണ്? വില്യം ജോൺസിൻ്റെയാണ്. PYQ ആണ്. ആരുടെയാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസിൻ്റെയാണ്. വില്യം ജോൺസ്. അതുപോലെ കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത്. അതുപോലെ ബനാറസ് സംസ്കൃത കോളേജ് ആരെയാണ്? ജൊനാഥൻ ഡങ്കൻ്റെയാണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ച ആരാണ്? ജൊനാഥൻ ഡങ്കനാണ്. ഈ 3 PSC ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസിൻ്റെയാണ്. അതുപോലെ കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്ങിൻ്റെയാണ്. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ്റെയാണ്. 3 ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് ഇവിടെ മെക്കാളെ പ്രഭുവിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ കോട്ട് പഠിച്ചു വെക്കുക. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് മെക്കാളെ പ്രഭു പറഞ്ഞത്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അതുപോലെ അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന അവസരത്തിൽ മെക്കാളെ പറഞ്ഞ വാക്കുകളാണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സയൻറ്റിഫിക് സൊസൈറ്റികളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി, അത് വർഷം ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1864 സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1864 അലിഗഡിലാണ്. അതുപോലെ ബനാറസ് സംവാദ ക്ലബിൻ്റെയും പഠിച്ചു വെക്കുക, 1861. അതുപോലെ മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിൽ 1876. ഈ 3 വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇവിടെ രാജാറാം മോഹൻ റോയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ജാതി വ്യവസ്ഥയും അതുപോലെ സതി എന്ന ദുരാചാരത്തെയും ശക്തമായിട്ട് എതിർത്ത ഒരാളാണ്. സതി അതുപോലെ ജാതി വ്യവസ്ഥ ഇവയ്ക്കെതിരെ എതിർത്താണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം പഠിക്കണം, ബ്രഹ്മസമാജം. എവിടെയാണ് സ്ഥാപിച്ചത്? ബംഗാളിൽ. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയുടെയാണ്, പഠിച്ചു വെക്കുക, റിപ്പീറ്റഡ് PYQ ആണ്. അതുപോലെ ജാതി വ്യവസ്ഥയും സതിയെയും എതിർത്തിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. അടുത്തത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ, അദ്ദേഹത്തെക്കുറിച്ചും പഠിക്കണം. അദ്ദേഹമാണ് വിധവകൾക്കുള്ള പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ
പുനർവിവാഹ നിയമം പാസാക്കി? വർഷം പഠിച്ചു വെക്കണം. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് എന്നാണ്? 1856 ഇതിനെതിരെ പ്രവർത്തിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പണ്ഡിത രമാബായിയുടെ കുറിച്ചും പഠിക്കുക. അവരാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത്. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ച ആരാണ്? പണ്ഡിത രമാബായാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ശാരദാ സദൻ ആരുടെയാണ്? പണ്ഡിത രമാബായിയുടെയാണ്. അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിഷ്കരണ പ്രസ്ഥാനവും പിന്നെ അതാരാണ് സ്ഥാപിച്ചത്, പിന്നെ അതിനെക്കുറിച്ചുള്ള അതിലെ ആശയങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? വിഗ്രഹ ആരാധന, അതുപോലെ ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ എതിർത്തു. ആര്യസമാജം വിഗ്രഹ ആരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തിരുന്നു. ആരാണ് സ്ഥാപിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെയാണ്. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ്റെ. അടുത്തത് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം സയ്യിദ് അഹമ്മദ് ഖാൻ്റെയാണ്. ആരുടെയാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ്റെയാണ് അലിഗഡ് പ്രസ്ഥാനം. അതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു അലിഗഡ് പ്രസ്ഥാനം. ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്തത് പ്രാർത്ഥനാ സമാജമാണ്. പ്രാർത്ഥനാ സമാജം ആരുടെയാണ്? ആത്മാറാം പാണ്ഡുരംഗ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ്. അത് മിശ്ര ഭോജനം, അതുപോലെ മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ടായിരുന്നു എന്ത്? പ്രാർത്ഥനാ സമാജം. ആരുടെയാണ്? ആത്മാറാം പാണ്ഡുരംഗം. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റിൻ്റെയാണ്. ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി ആരെയാണ്? ആനി ബസന്റെയാണ്. അടുത്തത് ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. വീരശലിംഗത്തിൻ്റെയാണ് ഹിതകാരിണി സമാജം. വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ടാണ് പ്രചാരണം നടത്തിയിരിക്കുന്നത്. അതുപോലെ അടുത്തത് സത്യശോധക് സമാജം. സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെയുടെയാണ്. സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെയുടെയാണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം ആരെയാണ്? EV രാമസ്വാമി നായ്ക്കറുടെയാണ് സ്വാഭിമാന പ്രസ്ഥാനം. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. അടുത്തത് SNDP ആണ്. SNDP ആരെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായിട്ട് നിലകൊണ്ടു. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് ആരുടെയാണെന്നെങ്കിലും പഠിച്ചു വെക്കുക. ആര്യസമാജം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെയാണ്. അലിഗഡ് പ്രസ്ഥാനം സയ്യിദ് അഹമ്മദ് ഖാൻ്റെയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റിൻ്റെയാണ്. ഹിതകാരിണി സമാജം വീരശലിംഗത്തിൻ്റെയാണ്. സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെയുടെയാണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കറുടെയാണ്. അതുപോലെ SNDP ആരെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അതേതൊക്കെയാണ്? ശൈശവ വിവാഹം, അതുപോലെ ബഹുഭാര്യത്വം ഇവ നിരോധിച്ചു. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. പെൺ ശിശുഹത്യ നിരോധിച്ചു. അതുപോലെ സതി നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. അത് വർഷം എത്രയായിരുന്നു? 1856. അതിനെതിരെ പ്രവർത്തിച്ച ആരായിരുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അതുപോലെ അടിമത്തം നിരോധിച്ചു. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, PSC ചോദിക്കും. അടുത്തത് സുലഭ് സമാചാർ. പത്രത്തെക്കുറിച്ച് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സുലഭ് സമാചാർ. ബംഗാളിൽ ആദ്യകാലത്തെ വർത്തമാന പത്രം ഏതായിരുന്നു? സുലഭ് സമാചാറാണ്. ഏതായിരുന്നു? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതായിരുന്നു? സുലഭ് സമാചാർ. ഈ ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ കാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയ ആരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു സ്വദേശി മിത്രം. ഹിന്ദുവും സ്വദേശി മിത്രം ആരുടെയാണ്? G സുബ്രഹ്മണ്യ അയ്യറുടെയാണ്. ഹിന്ദുവും സ്വദേശി മിത്രം പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദു സ്വദേശി മിത്രം ആരെയാണ്? G സുബ്രഹ്മണ്യ അയ്യർ. അടുത്തത് അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക ആരുടെയാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്.
ബോംബെ സമാചാർ ഫർദൂർജി മർസ്ഖാൻ്റെയാണ്. ഫർദൂർജി മർസ്ബാൻ്റെയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകിൻ്റെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേസരി മറാത്ത തിലകിൻ്റെയാണ്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെയാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെയാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ ഇന്ത്യൻ കോമൺവെൽത്തും ആനി ബസന്റിൻ്റെയാണ്. അതുപോലെ യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജിയുടെയാണ്. അടുത്തത് അൽ ഹിലാൽ. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, അതുപോലെ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റിൻ്റെയാണ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടെയാണ്. അതുപോലെ അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദിൻ്റെയാണ്. ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെയാണ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഹിന്ദു സ്വദേശിമിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത പ്രസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലകിൻ്റെ. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജിയുടെ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റിൻ്റെ. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടെ. അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദിൻ്റെ. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് രാജാറാം മോഹൻ റോയുടെ 2 പത്രവും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. ബംഗാളി ഭാഷയിൽ സംബാദ് കൗമുദി. അതുപോലെ പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ. ബംഗാളി ഭാഷയിൽ സംബാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ. രണ്ടും പഠിച്ചു വെക്കണം, PYQ ആണ്. അടുത്തത് 1878 ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയതാരാണ്? ലിട്ടൺ പ്രഭുവാണ്. 1878 ലിട്ടൺ പ്രാദേശിക ഭാഷാ പത്ര നിയമം ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. 1878 പഠിച്ചു വെക്കുക, PYQ ആണ്. അടുത്തത് ഒരു 3 കോഴ്സാണ്. PSC ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ആരാണത് പറഞ്ഞത്? വീരേശലിംഗം. ബാക്കി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. അങ്ങനെ പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ പറഞ്ഞതാണ് കേശവ് ചന്ദ്ര സെന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. അങ്ങനെ പറഞ്ഞത് രാജാറാം മോഹൻ റോയാണ്. കേശവ ചന്ദ്ര സെൻ പറഞ്ഞ എങ്ങനെയാണ്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർക്ക് ചെറുക്കാൻ കഴിയും. അങ്ങനെ പറഞ്ഞത് കേശവ് ചന്ദ്ര സെന്നാണ്. അതുപോലെ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. വീരേശലിംഗമാണ് അങ്ങനെ പറഞ്ഞത്. അതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് വീരേശലിംഗം. അടുത്തത് പഠിച്ചു വെക്കേണ്ടത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? GG അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ, MG റാനഡെ. എവിടെയാണ് സ്ഥാപിച്ചത്? പൂനെയിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എവിടെയാണ്? പൂനെയിലാണ്. ആരൊക്കെ ചേർന്നാണ് സ്ഥാപിച്ചത്? GG അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. എന്നാണ്? 1884. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് ബംഗാൾ വിഭജനം വർഷം നമുക്കറിയാം 1905. ആരാണത് നടപ്പിലാക്കിയത്? കഴ്സൺ പ്രഭുവാണ്. അതിനെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനം ഒക്കെ ഉണ്ടായത്. അടുത്തത് ഇവിടെ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. റിപ്പീറ്റഡ് PYQ ആണ്, പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1916 DK കാർവ മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച ആരാണ്? DK കാർവെ. 1916 മഹാരാഷ്ട്രയിൽ.
അടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം.എ. അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ്? ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഇമ്പോർട്ടൻ്റ് ആണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ച ആരൊക്കെ ചേർന്നാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം.എ. അൻസാരി. എവിടെയാണ് സ്ഥാപിച്ചത്? അലിഗഡിൽ. ജാമിയ മില്ലിയ ഇസ്ലാമിയ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മഹാകവി വള്ളത്തോളാണ് തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. PYQ ആണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ച ആരാണ്? വള്ളത്തോളാണ്, തൃശ്ശൂരാണ്. അടുത്തത് വിദ്യാഭ്യാസ പദ്ധതിയാണ്. മഹാത്മാഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ്. 1937 മഹാത്മാഗാന്ധി സവിശേഷമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത്. എന്തായിരുന്നു? വാർധ വിദ്യാഭ്യാസ പദ്ധതി. പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട്. വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. വർഷവും പഠിച്ചു വെക്കണം. 1937 വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരുടെയാണ്? മഹാത്മാഗാന്ധിജിയുടെയാണ്. അതിൻ്റെ സവിശേഷത എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തൊഴിലും, അങ്ങനെ അതാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാകുമെന്ന് അദ്ദേഹം കരുതി. അതാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് ഇവിടെ നയി താലീമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാനെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ട് വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിൽ ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവന ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നയി താലീം, നൂതന വിദ്യാഭ്യാസം എന്ന് അറിയപ്പെട്ടു. നയി താലീം ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1937 വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അപ്പം നയി താലീം ആരുടെയാണ്? മഹാത്മാഗാന്ധിജിയുടെയാണ്. അത് പഠിച്ചു വെക്കുക. അടുത്ത പഠിച്ചു വെക്കേണ്ടത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹം സന്യാസി കലയപ്പം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം നോവലാണ്. ചോദിച്ചിട്ടുണ്ട്. ആനന്ദമഠം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. സന്യാസി കലാപം പ്രമേയമാക്കിയാണ് അദ്ദേഹം നോവൽ എഴുതിയിരിക്കുന്നത്. അത് ആരുടെയാണെന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. അതും PYQ ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്രയുടെയാണ്. നീൽ ദർപ്പൺ. റിപ്പീറ്റഡ് PYQ ആണ്, പഠിച്ചു വെക്കണം. നീൽ ദർപ്പൺ ആരുടെയാണ്? ദീനബന്ധു മിത്രയുടെയാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ആണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. അതും പഠിച്ചേക്കുക. സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ആരെയും ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്? സുരേന്ദ്രനാഥ ബാനർജി. അടുത്തത് സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. ഈ ഗാനം രചിച്ചത് ആരാണ്? ഉറുദു കവിയായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. PYQ ആണ്, പഠിച്ചു വെക്കുക. സാരേ ജഹാംസെ അച്ഛ ഗാനം ആരുടെയാണ്? ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ. റിപ്പീറ്റഡ് PYQ ആണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഗാനമാണ് സാരേ ജഹാംസെ അച്ഛ. അത് ഉറുദു കവിയാണെന്നും കൂടെ ഓർത്തു വെക്കുക. അടുത്തത് PSC റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന കുറച്ച് കൃതികളും അത് എഴുതിയതാരെന്നും പിന്നെ അവരുടെ ഭാഷ ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് ഗോരയും ഗീതാഞ്ജലി. ഇമ്പോർട്ടൻ്റ് ആണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് ഗോര ഗീതാഞ്ജലി. അദ്ദേഹം ബംഗാളി ഭാഷയിലാണ് എഴുതിയിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്, ബംഗാളി ഭാഷയാണ്. അടുത്തത് പ്രേംചന്ദിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇതാരുടെയാണ്? പ്രേംചന്ദിൻ്റെയാണ്. അദ്ദേഹം ഹിന്ദി സാഹിത്യകാരനാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഗോര ഗീതാഞ്ജലി ടാഗോറിൻ്റെയാണ്, ബംഗാളി ഭാഷയാണ്. പ്രേംചന്ദിൻ്റെ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഹിന്ദി ഭാഷയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ബാക്കി കൂടെ നോക്കാം. അടുത്തത് സുബ്രഹ്മണ്യ ഭാരതിയുടെയാണ് പറയുന്നത്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. ഏതൊക്കെയാണ്? പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. അദ്ദേഹം
തമിഴ് ഭാഷയിലാണ് എഴുതിയിരുന്നത്. അത് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അടുത്തത് അൽതാഫ് ഹുസൈൻ ഹാലി, അദ്ദേഹത്തിൻ്റെ 2 ഉണ്ട്, ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. ഉറുദുവിലാണ് എഴുതിയിരിക്കുന്നത്, അതും പഠിച്ചു വെക്കുക. നിബന്ധമാല റിപ്പീറ്റഡ് PYQ ആണ്. നിബന്ധമാല എഴുതിയിരിക്കുന്നത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. റിപ്പീറ്റഡ് PYQ ആണ്. നിബന്ധമാല ആരുടെയാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. മറാത്തി ഭാഷയിലാണ്, അതും ചോദിച്ചിട്ടുണ്ട്. മറാത്തി ഭാഷയിലാണ് നിബന്ധമാല എഴുതിയിരിക്കുന്നത്. അടുത്തത് വള്ളത്തോളിൻ്റെ ഏതൊക്കെയാണ്? എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഏതൊക്കെയാണ് വള്ളത്തോളിൻ്റെ? എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. നിബന്ധമാല റിപ്പീറ്റഡ് PYQ ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് വരിക വരിക സഹചരെ, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആരുടെയാണ്? അംശി നാരായണ പിള്ളയുടെയാണ് വരിക വരിക സഹചര എന്ന ഗാനം. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ആരുടെയാണ്? അംശി നാരായണ പിള്ള. അടുത്തത് അഭിനീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ ടാഗോറാണ്. എവിടെയാണ്? കൽക്കട്ടയിലാണ്. അടുത്തത് നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അതും പഠിച്ചെടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സതിയും ഗ്രാമീണ ചെണ്ടക്കാരനും. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ, ഈ 2 ആരെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ്. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ. 1938 ഹരിപുരയിൽ നടന്ന ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഏതിനെ? ഗ്രാമീണ ചെണ്ടക്കാരൻ. അപ്പം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇത് രണ്ടും, ഈ ചിത്രങ്ങൾ ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ്. PYQ ആണ്, പഠിച്ചു വെക്കുക. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ. അതുപോലെ 1938 ഹരിപുരയിൽ നടന്ന ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഏതിനെ? ഗ്രാമീണ ചെണ്ടക്കാരൻ. അടുത്തത് അമൃത ഷേർഗിലിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? അമൃത ഷേർഗിലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. അതും PYQ ആണ്. ഗ്രാമീണ ജീവിതം ആരുടെയാണ്? അമൃത ഷേർഗിൽ. അതുപോലെ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ്. തിരിഞ്ഞു പോലെ ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റെയാണ്. അതുപോലെ ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലിൻ്റെയാണ്. നന്ദലാൽ ബോസിൻ്റെയാണ് സതിയും, അത് ഓർത്തു വെക്കണം. അതുപോലെ ഇവിടെ പറയുന്നുണ്ട്, സ്വദേശി സമരകാലത്താണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു അർദ്ധ ചന്ദ്രനും അടങ്ങുന്നതായിരുന്നു ആ പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. അതിനു മുമ്പുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്ത ദേശീയ മുദ്രയാണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്, അത് ഓർത്തു വെക്കുക. അടുത്ത് ഇവിടെ പറയുന്നത് മാഡം കാമയെക്കുറിച്ചും ത്രിവർണ്ണ പതാകയെക്കുറിച്ചുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരായിരുന്നു? മാഡം ഭിക്കാജി കാമയായിരുന്നു. PYQ ആണ്, പഠിച്ചു വെക്കുക. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. എവിടെ വെച്ചാണ്? 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചാണ്. അതും PYQ ആണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. ആര്? മാഡം ഭിക്കാജി കാമ. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞു. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് 6ാമത്തെ ചാപ്റ്ററാണ്, 10ാം ക്ലാസ്സിൽ തന്നെയാണ്. സമരവും സ്വാതന്ത്ര്യവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദ്യം തന്നെ ഇവിടെ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സമരം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. നീലത്തിൻ്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിച്ചിരുന്നെന്ന വസ്തുതയും എനിക്ക് അറിയില്ലായിരുന്നു. രാജ്കുമാർ ശുക്ല, അദ്ദേഹമാണ് ഗാന്ധിജിയെ ഇത് അറിയിക്കുന്നത്, അത് പഠിച്ചു വെക്കുക. രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ
താൻ ഉൾപ്പെടെ നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്ന് ഗാന്ധിജി പറഞ്ഞ കാര്യമാണിത്. എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ, ആരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു. ഗാന്ധിജി ഇത് അറിയിച്ചതാരാണ്? രാജ്കുമാർ ശുക്ല. അതുപോലെ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അതിനെപ്പറ്റി പ്രമേയം അവതരിപ്പിച്ച ആരാന്ന് പഠിച്ചു വെക്കണം. ബ്രിജ് ബാബു കിഷോർ പ്രസാദാണ്. ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൽക്കട്ട സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താമെന്ന് വാക്കുകൊടുത്തു. ഇനിയാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്, നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ബീഹാറിലെ ചമ്പാരനിൽ ചോദിച്ചിട്ടുണ്ട്. ചമ്പാരൻ എവിടെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. ബീഹാറിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷവും ചോദിച്ചിട്ടുണ്ട്. 1917 അന്ന് അദ്ദേഹം നീലം സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അപ്പം ചമ്പാരൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കണം. ബീഹാറിലാണ്. 1917 ആയിരുന്നു. അടുത്തത് ഇവിടെ ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്ക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദാദാ അബ്ദുള്ള, ആ പേരൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷകാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അപ്പം ആരുടെ കേസ് വാദിക്കാനാണ്? ദാദാ അബ്ദുള്ള. ഈ ബോക്സിലെ നിങ്ങൾ പഠിച്ചു വെക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. ആദ്യത്തെ ഏതാണ്? ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം 1917 ബീഹാറിൽ. അടുത്തത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918 ഗുജറാത്തിലാണ്. അതുപോലെ അടുത്തത് കേദയിലെ കർഷക സമരം, അതും ഗുജറാത്തിൽ വെച്ചാണ്. വർഷം 1918 തന്നെയാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിൻ്റെ കാരണം എന്താണെന്ന് പഠിച്ചു വെക്കണം. പ്ലേഗ് ബോണസിനെ ചൊല്ലിയാണ് അഹമ്മദാബാദ് തുണിമില്ലിൽ സമരത്തിൻ്റെ കാരണം. പ്ലേഗ് ബോണസിനെ ചൊല്ലിയാണ്. 1918 നമ്മൾ പഠിച്ചു. പ്ലേഗ് ബോണസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേര് മരിക്കാൻ ഇടയാക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായിട്ട് നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. എന്നാൽ 1-ാം ലോകം യുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. അപ്പം അതിനെതിരെയാണ് പ്ലേഗ് ബോണസിനെ ചൊല്ലിയായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 ഗുജറാത്തിലായിരുന്നു. അത് ഓർത്ത് വെക്കുക. അടുത്തത് ഗാന്ധിജി ചലച്ചിത്രത്തിൽ. റിച്ചാർഡ് ആറ്റൻബറോ, പേര് പഠിച്ചു വെക്കുക. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത് 8 ഓസ്കാർ അവാർഡ് നേടിയ ചിത്രമാണ് ഗാന്ധിജി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണത്. അതുപോലെ തന്നെ അടുത്തത് ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിത അനുഭവമാണ് അതിൽ പറയുന്നത്. അപ്പം 2 ചിത്രങ്ങളും പഠിച്ചു വെക്കുക. ഗാന്ധി എന്ന സിനിമ ആരുടെയാണ്? റിച്ചാർഡ് ആറ്റൻബറോ ആണ് സംവിധാനം ചെയ്തത്. അതുപോലെ ശ്യാം ബെനഗലിൻ്റെയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. അതും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഇവിടെ പറയുന്നത് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഏതാണ്? റൗളറ്റ് നിയമം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വർഷം പഠിച്ചു വെക്കണം. 1919 റൗളറ്റ് നിയമം. എന്തായിരുന്നു റൗളറ്റ് നിയമം? അതായത് ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ നമുക്ക് തടങ്കലിൽ വയ്ക്കാം. അതിനെതിരെയാണ് ഗാന്ധിജി പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്.
അതിനെ തുടർന്ന് ഉണ്ടായതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇമ്പോർട്ടൻ്റ് ആണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സെയ്ഫുദ്ദീൻ കിച്ലു അതുപോലെ സത്യപാൽ. ആരൊക്കെയാണ്? സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായിട്ട് 1919 ഏപ്രിൽ 13, വർഷവും മാസവും ഡേറ്റ് ഓർത്ത് വെക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അമൃത്സർ പട്ടണത്തിൻ്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയറാണ് വെടിവെക്കാൻ ഉത്തരവ് ഇട്ടതും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. എന്നായിരുന്നു? 1919 ഏപ്രിൽ 13 വെടിവെക്കാൻ ഉത്തരവിട്ടതാരാണ്? ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം കൊടുത്ത സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായിട്ട് ഒത്തുകൂടിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്നാണ്? 1919 ഏപ്രിൽ 13. ആരാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത്? ജനറൽ ഡയർ. അടുത്തത് ഗാന്ധിജിയുടെ കോട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പ്രതികരിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ഇതാരുടെ വാക്കുകളാണ്? ഗാന്ധിജി ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചതാണ്. അടുത്തത് നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവുമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. പഠിച്ചു വെക്കുക. PYQ ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരം. അതുപോലെ അവസാനത്തെയും ചോദിച്ചിട്ടുണ്ട്. അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അതും പഠിച്ചു വെക്കുക. നിസ്സഹകരണ സമരത്തെ തുടർന്ന് ചെയ്ത കാര്യങ്ങളാണ്. അതും ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. വക്കീലന്മാർ കോടതിയെ ബഹിഷ്കരിച്ചു. അതുപോലെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകി. നികുതി നൽകാതിരിക്കുക. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഇത് നിസ്സഹകരണ സമരത്തോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളാണ്. അതും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാശി വിദ്യാപീഠം, അതുപോലെ ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവയാണ്. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ പഠിച്ചു വെക്കുക. മൗലാന മുഹമ്മദ് അലിയും അതുപോലെ മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ. അടുത്തത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുണ്ടായ കാരണം. റിപ്പീറ്റഡ് PYQ ആണ്. പഠിച്ചു വെക്കുക. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ അവർ രോഷാകുലരായിട്ട് സ്റ്റേഷൻ ആക്രമിച്ചു, തീയിട്ടു. ഇതിൽ ഒരു 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. അതോടെയാണ് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അത് പഠിച്ചു വെക്കണം. ഗാന്ധിജി നിർത്തിവെക്കാൻ തീരുമാനിച്ച് ചോദിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവം. അതുകൊണ്ടാണ് അദ്ദേഹം വർഷവും പഠിക്കണം. അത് 1922 ചൗരി ചൗര സംഭവം. അടുത്തത് പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. ഇത് പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് PYQ ആണ്. 1929 ലാഹോറിൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്നതാണ് ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതിലാണ് പൂർണ്ണ സ്വരാജ് പാസ്സാക്കിയത്. അത് പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് PYQ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. റിപ്പീറ്റഡ് PYQ ആണ്. പഠിച്ചു വെക്കുക. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1929 ലാഹോറിൽ വെച്ച് നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം
ആരംഭിക്കാൻ തീരുമാനിച്ചു. രണ്ടും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? നെഹ്റുവാണ്. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ സമ്മേളനമാണ്. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പ് നികുതി എടുത്തു കളയുക, അതുപോലെ കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ നിരോധനം നടപ്പിലാക്കുക. ഇതൊക്കെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വട്ടമേശ സമ്മേളനങ്ങളാണ്. PSC ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ ഈ വട്ടമേശ സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചാണ്. 1930, 31, 32 മൂന്നെണ്ണമാണ് നടന്നത്. 1930, 31, 32. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. PYQ ഗാന്ധിജി പങ്കെടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒപ്പുകുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായിട്ട് മാറി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ആയി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഒപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിടുക ചെയ്തിട്ടുണ്ട്. അടുത്തത് ഗാന്ധിജിയുടെ ഒരു കോട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ്. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. പഠിക്കണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ആരുടെയാണ്? ഗാന്ധിജിയുടെ കോട്ടാണ്. 1942 ഓഗസ്റ്റ് 8-ന് 1942 ഓഗസ്റ്റ് 8-നാണ് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. നമ്മൾ ആദ്യത്തെ പഠിച്ചായിരുന്നു. ഏതായിരുന്നു? നിസ്സഹകരണ സമരമായിരുന്നു. INCയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം. അവസാനത്തെ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ്. പഠിച്ചു വെക്കുക. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു CR ദാസ്. ദേശബന്ധു എന്നറിയപ്പെട്ടിരുന്നത് CR ദാസിനെയാണ്. അത് PYQ ആണ്. പഠിച്ചു വെക്കുക. പിന്നെ മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിജിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം ഗാന്ധിജി ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചായിരുന്നു. അപ്പം അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പറഞ്ഞാണ് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞതാണ് സുഭാഷ് ചന്ദ്രബോസ്. അതിനെ തുടർന്ന്, അതായത് ഗാന്ധിജി ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത്, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ ചേർന്നാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റു. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കുക. PYQ ആണ്. സ്വരാജ് പാർട്ടി 1923 ആരൊക്കെ ചേർന്നാണ്? CR ദാസും മോത്തിലാൽ നെഹ്റു. അടുത്തത് പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ
എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ആരൊക്കെ ചേർന്നാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം നൽകിയ ആരൊക്കെ ചേർന്നാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്, പഠിച്ചു വെക്കുക. സായുധ വിപ്ലവത്തിനായിട്ട് വേണ്ടി ഇവർ ആരംഭിച്ച സേനാ വിഭാഗം ഏതാണ്? റിപ്പബ്ലിക്കൻ ആർമിയാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സൺ, അതും പഠിച്ചു വെക്കണം. ലാത്തി ചാർജിലാണ് ലാലാ ലജ്പത് റായി മരിക്കാൻ ഇടയായത്. ഇത് സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സാൻഡേഴ്സനെ ആണ് വധിച്ചത്. ആരൊക്കെ ചേർന്ന്? ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവും. ആരൊക്കെ ചേർന്നാണ് സാൻഡേഴ്സനെ വധിച്ചത്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നു. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. തുടർന്ന് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. വർഷം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലാലാ ലജ്പത് റായ് മരിക്കാനിടയായ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയത് സാൻഡേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തെയും വധിച്ചു. അതുപോലെ തന്നെ ബോംബെറിഞ്ഞു സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് അവരെ തൂക്കിലേറ്റി എന്നാണ് 1931 മാർച്ച് 23. ആരൊക്കെ? ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, ഈ 3 പേരെയാണ് തൂക്കിലേറ്റിയത്. അടുത്തത് ഇത് പഠിച്ചു വെക്കണം. അഭിനവ് ഭാരത് സൊസൈറ്റി ആരുടെയാണ്? VD സവർക്കർ. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കറുടെയാണ്. അതുപോലെ അനുശീലൻ സമിതി ബരിന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. അനുശീലൻ സമിതി ആരുടെയാണ്? ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. അതുപോലെ ഗദ്ദാർ പാർട്ടി റിപ്പീറ്റഡ് PYQ ആണ്. ലാലാ ഹർദയാലിൻ്റെയാണ് ഗദ്ദാർ പാർട്ടി, ലാലാ ഹർദയാൽ. അതുപോലെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെന്നിൻ്റെയാണ്. പഠിച്ചു വെക്കണം, 4 റിപ്പീറ്റഡ് PYQ ആണ്. അടുത്തത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആരെയും ചോദിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. പഠിച്ചു വെക്കുക, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പാർട്ടിയാണ്. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് വേണ്ടി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി INA നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുകയെന്നായിരുന്നു താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിട്ട് ഝാൻസി റാണി റെജിമെൻറ്റ് രൂപീകരിച്ചു. ഇതിൻ്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ആർക്കായിരുന്നു? ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ചുമതല ആർക്കായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു, മലയാളിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അടുത്തത് വാഞ്ചി അയ്യരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ ആയിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം ആത്മാഹൂതി ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെപ്പറ്റി മാഡം കാമ പറഞ്ഞതും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണിത് പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ട്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢ നിദ്രയിൽ നിന്നും ഉണർത്തി. ഇത് പറഞ്ഞത് മാഡം കാമയാണ്. PYQ ആണ്, പഠിച്ചു വെക്കുക.
അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യറാണ്. അടുത്തത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, അതുപോലെ മദ്രാസ് ലേബർ യൂണിയൻ. പിന്നെ ഉള്ളത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ്. അത് 1920 NM ജോഷി, ലാല ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് രൂപീകരിച്ചതാണ്. AITUC പഠിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സംഘടനയുടെ 3 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തൊഴിലാളി വർഗമെന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക. അടുത്തത് ഇവിടെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിച്ചത് പറഞ്ഞിട്ടുണ്ട്. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായിട്ടാണ് ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായത്. അതും പഠിച്ചു വെക്കുക, NG രംഗയുടെ നേതൃത്വത്തിൽ. അടുത്തത് ഈ ബോക്സിലെ PVQ ആണ്, പഠിച്ചു വെക്കുക. തേബാഗ സമരം നടന്നത് ബംഗാളിലാണ്. തേബാഗ സമരം നടന്നത് ബംഗാളിലാണ്. തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശാണ്. തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലാണ്. നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, 3ഉം പഠിച്ചു വെക്കുക. തേബാഗ സമരം ബംഗാളിലാണ്. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശാണ്. നാവിക കലാപം ബോംബെയിൽ. അടുത്തത് അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. പഠിച്ചു വെക്കുക, PVQ ആണ്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ലാസ്റ്റ് വന്ന കാര്യങ്ങളാണ് പറയുന്നത്. 2ാം ലോക യുദ്ധം ലോകാനന്തരം സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായിട്ട് ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും അതുപോലെ ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തിയാക്കി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായിട്ട് നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധമാക്കി. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പഞ്ചാബും ബംഗാളും 2ആയിട്ട് വിഭജിക്കണം. അതുപോലെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേരണമോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു ഹിതപരിശോധന നടത്തേണ്ടതാണ്. അതിനെയൊക്കെ തുടർന്ന് 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കി. അതുവഴി നമുക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പഠിച്ചു. നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോട്ടാക്കി വെച്ച് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അപ്പോൾ നമ്മൾ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് റിലേറ്റ് ചെയ്ത് 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതി, അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖല. ആ ടോപ്പിക്കിൽ വരുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒന്ന് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്ക്, അതുപോലെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഉണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഈ 2 ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് അത് 2 നോക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ ഒരു ബുക്കിൻ്റെ പേരാണ് പഠിക്കുന്നത്. ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ. ആരുടെയാണ്? വില്യം ഫോസ്റ്ററെയാണ്. പഠിച്ചു വെക്കുക. ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ ആരുടെയാണ്? വില്യം ഫോസ്റ്ററെയാണ്. പഠിച്ചു വെക്കുക, വില്യം ഫോസ്റ്റർ. അത് കഴിഞ്ഞ് ഇവിടെ രാജാറാം മോഹൻ റോയെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സതി ശൈശവ വിവാഹം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പറഞ്ഞാണ്. സതി ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയത് രാജാറാം മോഹൻ റോയാണ്. അതുപോലെ ഇത് സതി നിരോധിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. വില്യം ബെൻറ്റിക് പ്രഭുവാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും
പഠിക്കണം. അദ്ദേഹം സ്ഥാപിച്ച സംഘടന ഏതാണ്? ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയുടെയാണ്. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ എതിർത്തു. അതുപോലെ സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. പിന്നെ ഈ കോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രാജാറാം മോഹൻ റോയുടെയാണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. PYQആണ് പഠിച്ചു വെക്കുക. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയാണ്. അദ്ദേഹത്തിൻ്റെ സംഘടന ഏതാണ്? ബ്രഹ്മസമാജം. ഇതൊക്കെ റിപ്പീറ്റഡ് PYQആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് ഇവിടെ സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘടന ഏതാണ്? ആര്യ സമാജം. അതുപോലെ വേദങ്ങളിലേക്ക് മടങ്ങുക, അതാരുടെയാണ്? ദയാനന്ദ സരസ്വതി. രണ്ടും പഠിച്ചു വെക്കുക. ആര്യ സമാജം അതുപോലെ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത് ജ്യോതിറാവ് ഫൂലെയുടെയാണ്. സത്യശോധക് സമാജം ആരുടെയാണ്? ജ്യോതിറാവ് ഫൂലെയുടെയാണ്. പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് PYQ ആണ്. സത്യശോധക് സമാജം ആരുടെയാണ്? ജ്യോതിറാവ് ഫൂലെയുടെയാണ്. അതുപോലെ പണ്ഡിത രമാബായിയുടെയാണ്. ആര്യമഹിളാ സഭ. ആര്യമഹിളാ സഭ പണ്ഡിത രമാബായിയുടെയാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇവിടെ പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ചാണ്. ഈ കോട്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആരെയാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അദ്ദേഹമാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത്. അടുത്തത് വിവേകാനന്ദൻ്റെ കോട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് പറഞ്ഞത് വിവേകാനന്ദനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവിനെ പഠിച്ചു വെക്കുക, PYQ ആണ്. അദ്ദേഹമാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് ഇവിടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ്? 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. 1985 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ്. എത്ര പേരാണ് ഒത്തുകൂടിയത്? 72 പേരാണ്. അധ്യക്ഷനാരായിരുന്നു? WC ബാനർജി ആയിരുന്നു. അതും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണെന്ന്. AO ഹ്യൂമാണ് ഇത് രൂപീകരിച്ചത്. INC രൂപീകരിച്ച ആരാണ്? AO ഹ്യൂമാണ്. അതും പഠിച്ചു വെക്കുക. പിന്നെ WC ബാനർജി പറഞ്ഞ കോട്ടും പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇത് 6 വാക്കുകളാണ്. WC ബാനർജിയുടെയാണ്. INC രൂപീകരിച്ച ആരാണ്? AO ഹ്യൂമാണ്. ആദ്യത്തെ അധ്യക്ഷനാണ് WC ബാനർജിയാണ്. എന്നാണ് രൂപീകരിച്ചത്? 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച്. അപ്പം എത്ര പേര് പങ്കെടുത്തു? 72 പേര്. അതുപോലെ INCയുടെ പ്രധാന ലക്ഷ്യങ്ങളും പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ സൗഹൃദബോധം വളർത്തുക. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായിട്ട് ദേശീയ ബോധം വളർത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇവയൊക്കെയാണ്. അടുത്തത് ദേശീയ പ്രസ്ഥാനം 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാം. എങ്ങനെയൊക്കെയാണ്? മിതവാദ ദേശീയതയുടെ കാലഘട്ടം, അതുപോലെ തീവ്ര ദേശീയതയുടെ കാലഘട്ടം, പിന്നെ വരുന്നത് ഗാന്ധിയൻ കാലഘട്ടമാണ്. ആദ്യം ഇവിടെ മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൻ്റെ വർഷമാണ് പറഞ്ഞിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. 1985, അതായത് INC രൂപീകരിക്കുന്ന തൊട്ട് 1905 സ്വദേശി പ്രസ്ഥാനം വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ഇവയിൽ പ്രമുഖർ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജിയുണ്ട്, അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെയുണ്ട്, ബദറുദ്ദീൻ തിയാബ്ജിയുണ്ട്, ഫിറോസ് ഷാ മേത്തയുണ്ട്. ഇവരൊക്കെയാണ് മിതവാദി ഇതിൽ വരുന്നത്. അടുത്തത് ചോർച്ച സിദ്ധാന്തം ആരുടെയാണ്? ദാദാഭായ് നവറോജിയാണ്. പഠിച്ചു വെക്കുക, ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജിയുടെയാണ്. അടുത്തത് ബംഗാൾ വിഭജനമാണ്. എന്നായിരുന്നു? 1905 കഴ്സണാണ്. അതിനെക്കുറിച്ച് റിസ്ലയുടെ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ല പറഞ്ഞത് എങ്ങനെയാണ്? ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ച ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച്
പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജിച്ചത് കഴ്സൺ പ്രഭു 1905 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്, പഠിച്ചു വെക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാഗോറിൻ്റെ ഒരു കോട്ടുണ്ട്, അതും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ബലഭൂഷ്ടമാകുന്നതുമായ 2 അറകളാണ്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. PSC കോഴ്സൊക്കെ ചോദിക്കാറുള്ളതാണ്. നമ്മൾ പുതിയ SCERT കോഴ്സ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം. അപ്പം മിതവാദ ദേശീയ കാലഘട്ടം കഴിഞ്ഞു, ഇനിയുള്ളത് തീവ്ര ദേശീയ കാലഘട്ടമാണ്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ, ലാലാ ലജ്പത് റായ് 3 പേരുടെയും പേര് പഠിച്ചു വെക്കുക. ഇവരായിരുന്നു തീവ്ര ദേശീയതയുടെ നേതാക്കളിൽ വരുന്നത്. ഇവരെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ ബാലഗംഗാധര തിലകായിരുന്നു തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ്. അദ്ദേഹത്തിനെയാണ് ലോകമാന്യ എന്ന് അറിയപ്പെട്ടിരുന്നത്. PYQ ആണ്, പഠിച്ചു വെക്കുക. അദ്ദേഹത്തിൻ്റെ 2 പത്രങ്ങളാണ് മറാത്തയും കേസരിയും. അപ്പോൾ ലോകമാന്യ എന്നറിയപ്പെട്ട ആരെയാണ്? ബാലഗംഗാധര തിലകിനാണ്. അദ്ദേഹത്തിൻ്റെ 2 പത്രം ഏതൊക്കെയാണ്? കേസരി, മറാത്ത. പിന്നെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. തിലകിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. PYQ ആണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തീവ്ര ദേശീയതയുടെ നേതാക്കൾ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ, ലാലാ ലജ്പത് റായ്. ഇവരെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യ. അതുപോലെ അദ്ദേഹത്തിൻ്റെ 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? മറാത്തയും കേസരിയുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം പഠിക്കണം. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. എന്നാണ് 1906 ധാക്കയിൽ വെച്ച് ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. എന്നാണ് 1906 ധാക്കയിൽ വെച്ച് ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും. PYQ ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് സൂററ്റ് പിളർപ്പാണ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തപ്പെട്ടു. ഈ കാലഘട്ടത്ത് INCക്കകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂററ്റിൽ വെച്ചാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് ദുർബലപ്പെടുകയും ചെയ്തു. അപ്പോൾ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം പഠിക്കുക, 1907 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച 1906 ധാക്കയിലാണ്. ആരൊക്കെ ചേർന്നാണ്? ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ്. 1-ാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയം ഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തുന്നതിന് ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്ന് ആരംഭിച്ചതാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്, ആനി ബസന്റ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായിട്ട് അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893 1916 അവർ ഹോം റൂൾ ആരംഭിച്ചത്. അടുത്തത് ലക്നൗ സന്ധിയാണ്. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് 1916 INC ലക്നൗ സമ്മേളനം നടക്കുന്നത്. 1916 സൂററ്റ് സമ്മേളനത്തിൽ വഴിവിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ലക്നൗ സന്ധിയാണ്. അതും പഠിച്ചു വെക്കുക, വർഷം പഠിക്കുക. 1916 ലക്നൗ സന്ധി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കി.